ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തന്റെ പത്രിക തള്ളിയത് മനഃപൂർവ്വമെന്ന് ജോയ് മാത്യുവും ആരോപിച്ചു. ആദ്യമായിട്ടാണല്ലോ അമ്മയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത്. ശ്വേതമേനോനും കുക്കു പിന്നെ മറ്റ് 4-5 പേരുണ്ട്. നോക്കാം, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഓരോ ഭരണസമിതി മാറുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ പുതുമകൾ കൊണ്ടുവരാൻ പറ്റണം. നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഒരാളെ തകർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. കാരണം അത് തിരിച്ചറിയുന്ന വോട്ടേഴ്സാണ് നമ്മളെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശ്വേതയെ പറ്റി വന്ന ആരോപണങ്ങളൊക്കെ തന്നെ വെറും പൊള്ളയാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും തെളിഞ്ഞല്ലോ. അതേസമയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച ജോയ് മാത്യു വിജയിക്കുകയും ചെയ്തു. പുതിയ ഭാരവാഹികളെ ആവേശത്തോടെയാണ് താരങ്ങൾ സ്വീകരിച്ചത്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിംഗ്. ആവേശകരമായിരുന്നു തെരഞ്ഞെടുപ്പ്. അതിൽ 2 പേരുടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അർജുൻ? ചില കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ഇടപെടലുകൾ നടത്തേണ്ടി വന്നോ ഈ തെരഞ്ഞെടുപ്പിൽ? സുജിയ, ചേരിപ്പോര് രൂക്ഷമായ താരസംഘടനയായ അമ്മയിൽ ഇരുപക്ഷത്തെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും പുതിയ നേതൃത്വത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കഴിയുമെന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതേസമയം ഇന്ന് തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷവും ചില താരങ്ങൾ അവരുടെ അതൃപ്തി പരസ്യമായി തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട നാസർ ലത്തീഫാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില ശബ്ദരേഖകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നിൽ സംഘടനയ്ക്കുള്ളിലുള്ള സിൻഡിക്കേറ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, ഇത് ഡേർട്ടി പൊളിറ്റിക്സ് ആണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയെങ്കിൽ പോലും അത് തള്ളിയതിനെക്കുറിച്ച് ജോയ് മാത്യുവും എന്ന് പ്രതികരിച്ചു. അത് മനഃപൂർവ്വം തള്ളിയതാണ് എന്ന് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ചേരിപ്പോരെല്ലാം തന്നെ രൂക്ഷമായ സാഹചര്യത്തിൽ അവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പുതിയ നേതൃത്വത്തിലെത്തിയവരും പങ്കുവെക്കുന്നുണ്ട്.